ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആസ്ട്രോളജിപരമായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായങ്ങളും കമൻസുകളും ലഭിക്കുന്നതിലൊക്കെ സന്തോഷം. അപ്പം ഇന്നും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും ആസ്ട്രോളജി സ്റ്റുഡൻറ്റ് ഇൻ ആസ്ട്രോളജിയാണ്. ആസ്ട്രോളജിയെ കുറിച്ചിട്ട് അതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ സത്യവും വിധിയും തേടിയുള്ള ഒരു യാത്രയിലാണ്. എപ്പോൾ ആസ്ട്രോളജി പറഞ്ഞാലും അതിൻ്റെ ഒരു സയൻറ്റിഫിക് ലെവലിൽ നിന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടെയാണ്. കാരണം സയൻസിനെ അതിജീവിച്ചു കൊണ്ടുള്ള ഒരു ആസ്ട്രോളജിയോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ നിമിഷം വരെയും പുനർജന്മം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഒരു 40% മുകളിലോട്ട് എനിക്ക് വിശ്വാസമില്ല. അതായത് മനുഷ്യൻ ഒരു ജന്മമേ ഉള്ളൂ, പുനർജന്മ സാധ്യത നാളെ എൻ്റെ അഭിപ്രായം മാറാം. കാരണം ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിലാണ്. സയൻസ് എക്സ്റ്റാബ്ലിഷ് ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് 100% ആസ്ട്രോളജിയിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതായത് സയൻസ് പൊതുസമൂഹത്തെ വളച്ചൊടിച്ചു വച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കിയിട്ടും അതിനെ സയൻസ് ഇൻ്റർപ്രറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന കുറേ സത്യങ്ങൾ. എന്തുകൊണ്ടാണ് സയൻസ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിട്ടും വളരെ ബൃഹത്തായ പല സത്യങ്ങളും കണ്ടെത്തിയിട്ടും സയൻറ്റിഫിക് പരമായിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. പക്ഷേ സ്റ്റിൽ അവർ പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടും ആ കണ്ടെത്തിയ കാര്യങ്ങൾ പുറം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അതിനൊരു മറ ഇട്ടിട്ടാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ ഞങ്ങളതിൽ വിശ്വസിക്കുന്നില്ല. ഉദാഹരണം, ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, പക്ഷെ അവിടെ ഒരു പവറുണ്ട്. ആ പവറിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരു കണക്കിന് സയൻറ്റിഫിക് വേയിൽ ആ ഒരു എൻഡിങ്ങിൽ നിൽക്കുന്നതാണ് എല്ലാത്തിനും നല്ലത്. അതായത് സയൻസിന് ഡെവലപ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം വിശ്വാസങ്ങളിൽ നിന്നും മാറി സയൻറ്റിഫിക് വേയിൽ ചിന്തിക്കണം. അങ്ങനെ സയൻസിനൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരിക്കലും സയൻസിനൊരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ കണ്ടെത്തുന്ന സയൻറ്റിഫിക് പരമായിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ആസ്ട്രോളജി പരമായിട്ട് എൻ്റെ അറിവിനെ ബലപ്പെടുത്തുന്ന കുറേ ഘടകങ്ങളാണ്. വൺസ് ഇതെല്ലാം സൃഷ്ടിച്ച ദൈവമാണ്, സയൻസിന് നിലനിൽപ്പില്ല എന്ന് സയൻറ്റിസ്റ്റുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആസ്ട്രോളജി അവിടെ സ്റ്റക്കാവും. കാരണം ആസ്ട്രോളജിക്കൽ പരമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റോ ഒരു വേ ഓഫ് തിങ്കിങ്ങോ ഒരു പഠന ശൃംഖലയോ ഇപ്പോൾ ഇല്ല. അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ പഠന ബൃഹത്തായിട്ടുള്ളൊരു ശൃംഖലയായിരുന്നു, ഒരു സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഗ്രോത്ത് സ്റ്റണ്ടാണ്. സോ ആ രീതിയിലൊരു ഡെവലപ്മെൻറ്റ് എന്തായാലും ഇല്ല. കാരണം അതിനെ കുറേ പേര് നശിപ്പിച്ചു കളഞ്ഞു, ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഇപ്പുറത്ത് സയൻറ്റിഫിക് പരമായിട്ട് ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഈ നാട്ടിനുണ്ടാവണം, കുറേ ആശയങ്ങൾ കണ്ടെത്തണം എന്നൊക്കെ ഉള്ള ഒരു താല്പര്യമുള്ള ഒരാളാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് സയൻസ് എത്തി നിൽക്കുന്നത് എവിടെ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സയൻറ്റിഫിക് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തും. പക്ഷേ സയൻസ് അവസാനമായി എത്തി നിന്ന ക്വാണ്ടം മെക്കാനിക്സ് ഉൾപ്പെടെ ഐൻസ്റ്റീൻ പറഞ്ഞു വച്ച തത്വങ്ങളിലെ അവസാനം ഉൾപ്പെടെ പറയുന്നത് ഒരു ഫ്രീ വില്ലിനെ കുറിച്ചും ഒരു ഡെസ്റ്റിനിയെ കുറിച്ചിട്ടുമാണ്. ഒരു ഡിറ്റർമിനൻസം എന്നുള്ള ഒരു പോളിസി തന്നെയുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇതൊക്കെ എന്താണ് ഫ്രീ വിൽ എന്നും എന്താണ് ഡെസ്റ്റിനി എന്നും ഒക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. എന്താണ് ഫ്രീ വില്ലും ഡെസ്റ്റിനിയും? ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ ഞാൻ പറയണല്ല, ഇത് സയൻറ്റിഫിക് പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് നമ്മൾ സയൻറ്റിസ്റ്റ് ഒന്നുമല്ല, നമുക്ക് ആധികാരികമായിട്ടുള്ള ഒരു അർത്ഥം അതിനകത്തില്ല. പക്ഷെ അവർ പറഞ്ഞു വയ്ക്കുന്നത് ഡെസ്റ്റിനി, അതായത് 1814 പിയേഴ്സ് സൈമൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് ഇതിനൊരു തുടക്കം കുറിച്ച് വെച്ചത്. പുള്ളിയാണ് ഇത് ആദ്യമായി മനസ്സിലാക്കി പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പ്രപഞ്ചത്തിലെ എല്ലാ അവസ്ഥകളും നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ ഇൻ്റലിജൻറ്റ് പവർ ഉണ്ട് എന്ന് മാത്രമല്ല, എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. വി കാൻ ചേഞ്ച് എനിത്തിങ്. ഇതെല്ലാം ഒരു പ്രീ പ്ലാൻഡ് ആണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ എന്ത് നടക്കണം, എന്ത് നടക്കണ്ട, എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ഒരു പ്രീ പ്ലാൻഡ് ആണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് സയൻറ്റിസ്റ്റുകൾ സയൻറ്റിഫിക് പരമായിട്ട് കണ്ടെത്തിയ പല തീരുമാനങ്ങളും പല ഗ്രന്ഥങ്ങളും പല അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറയണതാണ്. ഇതൊരിക്കലും ഇത് അൺസയൻറ്റിഫിക്കോ അല്ലെങ്കിൽ ആസ്ട്രോളജിയോ ബൂസ്റ്റ് ചെയ്യാൻ പറയുന്നതോ ഒന്നുമല്ല. പക്ഷെ അവർ പറഞ്ഞു വരുന്നതും കൂടെ ഞാൻ പറയാം. അവർ പറഞ്ഞ 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രീ വില്ലും ഒന്ന് ഡെസ്റ്റിനിയുമാണ്. ഇത് രണ്ടും ഇങ്ങനെ ഒരു 2 ത്രാസിൻ്റെ 2 ഘടകങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനി പറയുന്നത് നമ്മളെ ഡെസ്റ്റിനി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതല്ല, അത് സംഭവിക്കുന്നതാണ്. ഈ നമ്മളെന്ന് പറയുമ്പോൾ അവർ മനുഷ്യരെ മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവർ പറയാൻ പ്രപഞ്ചം എന്നാണ് പറയണത്.
പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കണ്ട, ഏത് സമയം എന്ത് സംഭവിക്കും എന്നുള്ളതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ഒരാൾ അതങ്ങനെ നടക്കുകയുള്ളൂ. ഭാവി എങ്ങനെ, ഭൂതം എങ്ങനെ, വർത്തമാനം എങ്ങനെ എന്നുള്ളതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് സ്ട്രക്ചറായിട്ട് പ്രപഞ്ചത്തിൽ വച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ എന്താണ് അതെന്നുള്ളത് കണ്ടെത്തുക. പ്രപഞ്ചം എന്താണ് നമുക്ക് തരാൻ പോകുന്നത് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു സയൻറ്റിഫിക് പരമായിട്ടുള്ള ജോലി. പക്ഷെ നമുക്കൊന്നും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയപ്പെടുന്നു. അതിനപ്പുറത്ത് ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു തിയറി കൂടെ ഉണ്ട്. ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു തിയറിയെ സപ്പോർട്ട് ചെയ്യണവർ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിനെ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിലും, അതായത് പ്രപഞ്ചത്തിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ഇന്നതേ നടക്കുള്ളൂ എന്ന് പ്രപഞ്ചത്തിൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് കാര്യങ്ങളെ മാറ്റാനായിട്ട് സാധിക്കും. അതായത് രാവിലെ ചായ കുടിക്കണോ കാപ്പി കുടിക്കണോ എന്നുള്ളത് എൻ്റെ ഡിസിഷനാണ്. ആ ഡിസിഷൻ എനിക്കെടുക്കാൻ പറ്റും. അത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതം ഇപ്പോൾ പ്രീ പ്ലാൻഡ് ആണെന്ന് വെച്ചോ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണമെന്നുള്ളത് കണക്കാക്കി ദൈവം ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ ഇനി എന്തൊക്കെ ചെയ്താലും നിൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും സയൻറ്റിഫിക് പരമായിട്ട് അവർ പറയുന്ന ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അതായത് ഞാനല്ലേ ഡിസൈഡ് ചെയ്യണം. എനിക്ക് രാവിലെ കാപ്പി കുടിക്കണമെങ്കിൽ എനിക്ക് കാപ്പി കുടിക്കാം, ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം. ഇതെൻ്റെ ഇഷ്ടമാണ്. കാരണം പല സമയത്തും നമ്മൾ റാൻഡമായിട്ടാണ് തീരുമാനം എടുക്കുന്നത്. കാപ്പിയോ ചായ ഏതെങ്കിലും കുടിക്കാം. സോ ഇങ്ങനെ റാൻഡമായിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. സോ ഈ ഡിസിഷൻസ് ലൈഫിൽ, അപ്പോൾ നാളെ എനിക്ക് സ്ഥലത്ത് പോകണം, ഞാൻ ഇന്ന് ഡിസിഷൻ എടുക്കുകയാണ് നാളെ പോകണോ പോകണ്ടേ, ഇതൊക്കെ എൻ്റെ ഡിസിഷനാണ്. ഇതാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ വില്ലും ഡെസ്റ്റിനിയും ഇത് രണ്ടുമാണ്. അപ്പോൾ ഡെസ്റ്റിനി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിലെല്ലാം ഓൾറെഡി രചിക്കപ്പെട്ടു. നമ്മൾ അതുള്ളി നടനും നടിമാരും ഒക്കെയാണ്. നമ്മൾ ഒരു നല്ല ആക്ടേഴ്സാണ്. നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത്. ഫ്രീ വിൽ തിയറി പറയുന്നത് പറഞ്ഞാൽ ഇല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതിനെ വെച്ചിട്ടാണ് ഇവർ മനുഷ്യരെ കമ്പയർ ചെയ്യണം. മനുഷ്യന് പക്ഷേ ഇതൊന്നും ബാധകമല്ല. പ്രപഞ്ചം എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. സയൻസ് പറയുന്നത് പ്രപഞ്ചം എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. പക്ഷെ മനുഷ്യൻ്റെ കാര്യം വരുമ്പം അങ്ങനെയല്ല കേട്ടോ. മനുഷ്യന് ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് അവർ പറയാണ് ഇല്ല. ഫ്രീ വിൽ ഉണ്ടെങ്കിൽ പോലും, അതായത് സ്വതന്ത്രമായി ചിന്ത എടുക്കാൻ കഴിവുണ്ട് മനുഷ്യൻ എന്നെങ്കിൽ പോലും എങ്ങനെ ഈ സ്വതന്ത്രമായ ചിന്തകൾ ഒരു മനുഷ്യൻ എടുക്കും? അവിടെയും നാച്ചുറിന് വളരെയധികം ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ജനിച്ച സ്ഥലം, നമ്മൾ മിങ്കിൾ ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ എടുക്കുന്ന എല്ലാ ഡിസിഷൻസും ഓൾറെഡി ആ ഡിസിഷൻസ് പോലും പ്രീ പ്ലാൻഡ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ സയൻസ് പറഞ്ഞു വയ്ക്കുന്നത്, ഡിറ്റർമിനിസം എന്ന തിയറിയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്, ഈ ലോകം മൊത്തം പ്രപഞ്ചങ്ങളാൽ നിശ്ചയിക്കപ്പെട്ടതാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്യുന്നു. ഫ്രീ വിൽ എനിക്കുണ്ട്, ഞാൻ സ്വന്തമായിട്ട് എടുത്ത ഡിസിഷനാണെന്ന് പറയുന്നെങ്കിൽ കൂടെ ഈ പ്രപഞ്ചമാണ് നമ്മളെ കൊണ്ട് അങ്ങനത്തെ ഡിസിഷൻ പോലും എടുപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവനുള്ള ഓപ്ഷൻ, അവൻ എടുക്കുന്ന ഡിസിഷൻ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കണമെന്ന് പറയുമ്പോൾ അവൻ എടുക്കുന്ന ഡിസിഷൻ എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും വേണമെന്നല്ല, അല്ലെങ്കിൽ പുട്ടും കടലയും വേണമെന്നല്ല, എനിക്ക് ബ്രെഡും ടോസ്റ്റും മതി എന്നാണ്. അവൻ്റെ ഓപ്ഷനുകളിൽ അത്രയേ ഉള്ളൂ. അവൻ അതിൽ നിന്നൊരു ഓപ്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ അവൻ ആ ഓപ്ഷനിൽ എത്തുന്നതും അവൻ്റെ ജീവിതത്തിലെ കർമ്മഫലങ്ങളാണ്. അല്ലാതെ അവന് ഒരിക്കലും ഇരുന്നും കൊണ്ട് എനിക്ക് അവിടെ ഇല്ലാത്തൊരു, അല്ലെങ്കിൽ അവൻ യൂസ്ഡ് അല്ലാത്തൊരു കാര്യത്തിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റൂല. അപ്പോൾ ഏതൊരു മനുഷ്യനും എടുക്കുന്ന ഡിസിഷനിൽ പിന്നിലും ആസ്ട്രോളജി പരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടെന്നാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. സയൻസിനെ കൂട്ടുപിടിച്ചിട്ട് തന്നെ, സയൻസിൻ്റെ ഈ രണ്ട് തിയറിയും കൂട്ടുപിടിച്ചിട്ട് തന്നെ, ഫ്രീ വിൽ എന്നും ഡെസ്റ്റിനി എന്നും പറയുന്ന ഈ രണ്ട് തിയറികളെയും കൂട്ടുപിടിച്ചിട്ട് തന്നെയാണ് അതിൽ പറയുന്ന എയിൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അവസാനം എങ്ങോട്ട് പോകണം ഈ ശൃംഖല എന്നറിഞ്ഞൂടാതെ നട്ടം തിരിയുന്ന ഒരവസ്ഥയിൽ ക്വാണ്ടം മെക്കാനിക്സ് അൺബിലീവബിൾ ആണ്, എനിക്കിതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാ ഇപ്പോൾ വച്ചിരിക്കുക. ഇനിയുണ്ട് സയൻസിന്, ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇപ്പം എത്തി നിൽക്കുന്ന ഡെവലപ്മെൻറ്റ്സിൽ ഫ്രീ വില്ലും ഡെസ്റ്റിനിയും വെച്ചിട്ട് ആസ്ട്രോളജി പൂർണ്ണമായും തെറ്റാണ്. കാരണം പ്രപഞ്ചമെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്, പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കണമെന്നും എല്ലാം എഴുതി വെച്ചതാണ്. പക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതൊന്നും ബാധകമല്ല എന്ന് പറയുന്നതിനുള്ള യുക്തിയെ ഞാൻ പൂജ്യത്തോട് തള്ളിക്കളയുന്നു. അതായത് സയൻറ്റിസ്റ്റുകൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻഡ് ആണ്.
അത് പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും പ്രസന്റ് ആയാലും ഈ മൂന്നിനും ബന്ധങ്ങളും ഉണ്ട്. ഇനി ഫിലോസഫിയിൽ പറയണമെങ്കിൽ ഡിറ്റർമിനൻസിനെ ഫിലോസഫിയിലും പറയുന്നുണ്ട്. സയൻസിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിലോസഫിയെ വിളിക്കാം, പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പോലും. കാര്യകാരണ ബന്ധം എന്നാണ് ഫിലോസഫിയിലെ ഈ ഡിറ്റർമിനൻസിനെ കുറിച്ച് പറയുന്നത്. കാര്യകാരണ ബന്ധം, അതായത് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് നടന്നാലും അതിനൊരു റീസൺ ഉണ്ട്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഈ പ്രപഞ്ചത്തിൽ എന്ത് നടന്നാലും അതിനൊരു റീസൺ ഉണ്ട്, അതിനൊരു കാര്യമുണ്ട്, ഒരു കാരണമുണ്ട്. അത് ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ബന്ധമുണ്ട്. നമ്മൾ ഇതിൻ്റെയൊക്കെ എൻഡ് പിടിച്ചാൽ നമ്മൾ ചെന്ന് നിൽക്കുന്നത് ബിഗ് ബാങ് തിയറിയിലോ വല്ലതുമായിരിക്കും. അത് യൂണിവേഴ്സ് ഒരു ചങ്ങല കണ്ണി പോലെയാണ് സ്പ്രെഡായി കിടക്കുന്നത്. ഇതെല്ലാം പ്രീ ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. നമ്മളൊരു ഫിലിം കാണും പോലെയാണ്. നമ്മൾ ആ ഫിലിമിൻ്റെ നടു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇനി ബാക്കി എൻഡ് ടൈലും എന്താണെന്നുള്ളത് പ്രപഞ്ചത്തിന് നന്നായിട്ട് അറിയാം. നമ്മളെ കളിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇത്രയും പറഞ്ഞ് സയൻസ് വയ്ക്കുമ്പോഴും സയൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ജീവിയായ മനുഷ്യന് ഇതൊന്നും ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ മനുഷ്യനെ മാത്രം മാറ്റി നിർത്തി പ്രപഞ്ചത്തിനെ മാത്രം കിഡിലുലോസ്കി ആക്കുന്നത് ആസ്ട്രോളജിയെ തകർത്ത് കളയാനാണ്. ആസ്ട്രോളജി സമൂഹത്തിലെ വേണ്ടാന്ന് പറഞ്ഞ് തൂത്തെറിയാനാണ്. പക്ഷെ ആസ്ട്രോളജിയിൽ ഇനിയും ഗവേഷണങ്ങൾ നടക്കണം. നല്ല പ്രഗത്ഭരായിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് ഉണ്ട്. നമ്മളീ കാണുന്ന ലൊട്ടിലൊടുക്ക് ഉഡായിപ്പ് ആസ്ട്രോളജിസ്റ്റ് അല്ല. രാവിലെ വന്നൊരു തത്തയും പിടിച്ചുകൊണ്ടിരുത്തി അല്ലെങ്കിൽ വായത്തോന്നെ വിളിച്ചു പറഞ്ഞ് യൂട്യൂബിൽ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ല. പ്രഗത്ഭരായിട്ടുള്ള കൃത്യമായി പ്രൊഡിക്ഷൻ നടത്താൻ ശേഷിയുള്ള ആസ്ട്രോളജിസ്റ്റ് ഇന്നുണ്ട്. നമ്മൾ ഒരുപാട് റിസർച്ചുകൾ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നതിന് പിന്നിലും കാര്യകാരണങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ഫ്രീ വില്ലും ഡിസ്റ്റിനിയും യൂണിവേഴ്സും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം. പക്ഷെ മനുഷ്യൻ ഈ പറയും പോലെ സയൻറ്റിസ്റ്റ് ഒരിക്കലും പറയുന്നില്ല മനുഷ്യൻ്റെ ജീവിതം പ്രീ പ്ലാൻഡ് ആണ്, അവനത് ചേഞ്ചസ് വരുത്താനൊക്കെ പറ്റും എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോഴും അവർ പറയുന്നുണ്ട് മനുഷ്യൻ എങ്ങനെ ചേഞ്ചസ് വരുത്താൻ പറ്റും, അവൻ നിൽക്കുന്ന സ്ഥലം, അവൻ ഇടപെടുന്ന വ്യക്തികൾ, അവൻ്റെ അറിവ്, ഇതെല്ലാം വച്ചിട്ടുള്ളൊരു ഡിസിഷൻ മാത്രമേ അവൻ്റെ തലയിൽ വരുള്ളൂ എന്നും പറയുന്നുണ്ട്. എനിവേ സയൻസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഫിലോസഫിയിലും പറയുന്നുണ്ട്, സയൻറ്റിഫിക് ആയിട്ടും എവിഡൻസ് നിരത്തി ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. ഡിസ്റ്റിനി ആൻഡ് അല്ലെങ്കിൽ ഡിറ്റർമിനിസം ആൻഡ് ഫെയർവിൽ എന്ന് പറയുന്ന രണ്ട് തിയറികൾ വെച്ച് പറയുന്നുണ്ട്. പ്രീ പ്ലാൻഡ് ആണ് യൂണിവേഴ്സ്, അതിന് യാതൊരു സംശയവുമില്ല. ഇറ്റ്സ് പ്രീ പ്ലാൻഡ്. എല്ലാം എങ്ങനെ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കണമെന്നുള്ളത് പ്രപഞ്ചത്തിൽ ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ ഇനി അത് കണ്ടെത്തി അതിൽ നിന്ന് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കി അതിൽ നിന്നും വലിയ ഡിസ്കവറീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഉള്ള സാധനങ്ങളിൽ നിന്നും ആർക്കും അറിഞ്ഞൂടാത്ത കുറേ ഉള്ള സാധനങ്ങൾ, അതിൽ നിന്നും എന്തൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടെത്തി പുതിയ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരിക. അതാണ് അവർ ഒരു സൈഡ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു പുനർജന്മത്തിൽ എനിക്ക് താൽക്കാലികമായിട്ട് വിശ്വാസമില്ല. ഇനി ഭാവിയിലോടെ വിശ്വസിക്കാം, കാരണം ഞാൻ അതിൻ്റെ സ്റ്റഡിയിലാണ്. പക്ഷേ ഞാൻ എപ്പോഴും സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് കൂട്ടുപിടിച്ച് സ്റ്റഡി ചെയ്യാവോ എന്നെ സംബന്ധിച്ചിടത്തോളം. ഇല്ലെങ്കിൽ ഒരു യൂസ്ലെസ് ആൻഡ് ബേസ്ലെസ് സ്റ്റഡി ആയി പോകുന്നത്. വെറുതെ ഒരു ആസ്ട്രോളജി പറയുന്നത് മാത്രം എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ പിന്നെ സയൻസിൻ്റെ എനിക്ക് എന്തെങ്കിലും കിട്ടണം. സയൻസ് എന്തെങ്കിലും തെളിയിച്ച് വെച്ചിട്ട് പറയണം ഇത് മനുഷ്യർക്ക് ബന്ധമല്ല, ഇത് ഇങ്ങനെയെന്ന് വളച്ച് കിട്ടി അവർ പറഞ്ഞ് നിർത്തും. പക്ഷെ അങ്ങനെ ഒരു എവിഡൻസ് പോലും കിട്ടിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനർജി കാൺ ക്രിയേറ്റഡ് ആൻഡ് കാൺ ബി ഡിസ്ട്രോയിഡ്. ഊർജം ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല. അങ്ങനെ ഇരിക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആകെ റിലീസ് ചെയ്യുന്ന രണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഒന്ന് കെമിക്കൽ എനർജിയും ഒന്ന് ഹീറ്റ് എനർജിയാണ്. ഹീറ്റ് എനർജി അറ്റ്മോസ്ഫിയറിൽ ലയിച്ചെന്ന് പോകുന്നു. പിന്നെ കെമിക്കൽ എനർജി നമ്മൾ കത്തിച്ചാണ് കളയുന്നതെങ്കിൽ അത് ബേണായി പോകുന്നു. ഇനി കുഴിച്ചാണ് ഇടുന്നതെങ്കിൽ അത് മൈക്രോ ബാക്ടീരിയൽസും അതർ ഓർഗാനിസംസും അതിനെ കഴിച്ച് നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ ഈ രണ്ട് എനർജി ഇങ്ങനെ ഡിസോൾവ് ആയി പോകുന്നു. അല്ലാതെ മരിച്ചു കഴിയുമ്പോൾ അമ്മാതി അങ്ങ് എണീച്ച് പോയി വേറൊരു കുട്ടിയായിട്ട് വേറൊരാളെ വയറിൽ കുഞ്ഞായിട്ട് വന്നിട്ട് പുറത്ത് ബേബിയായിട്ട് വരും എന്നുള്ളൊരു സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും ഒരു എവിഡൻസ് സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ട് എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഞാനത് ആസ്ട്രോളജിയായിട്ട് ഒരിക്കലും ലിങ്ക് ചെയ്യാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നാളെ സയൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നാളെ സയൻറ്റിഫിക്കായിട്ട് ഇങ്ങനെയല്ല, ഈ ഒരു എനർജി ഇന്നതാണ് എന്നൊരു കണ്ടെത്തൽ അവർ നടത്തിക്കഴിഞ്ഞാൽ അതൊരു ഹ്യൂമൻ ബീങ്സിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്കതൊരു എവിഡൻസ് കിട്ടി പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പുനർജന്മത്തിനെ കുറിച്ചിട്ട്. കറൻ്റ്ലി ഒരു മനുഷ്യൻ്റെ ഡെസ്റ്റിനി, ഈ പറയുന്ന ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയവും ഈ പറയുന്ന ഓരോ ഗ്രഹത്തിൻ്റെ അവനെ ഇൻസ്പയർ ചെയ്യുന്നതും ഒക്കെ അനുസരിച്ചാണ് ഒരാളെ ബർത്ത് ചാർട്ട് നോക്കി കൃത്യമായി അനലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, ഞാൻ ഇനി ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ ഈ സയൻസിനെയും കൂടെ കൂട്ടി പിടിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും എവരിബഡീസ് ലൈഫ് ഈസ് പ്രീ പ്ലാൻഡ്. അപ്പം നമ്മുടെ ജീവിതം മൊത്തം പ്രീ പ്ലാൻഡ് ആണ്. അപ്പോൾ പിന്നെ അടുത്തൊരു ചോദ്യം വരും, ആസ്ട്രോളജി പരമായിട്ട് നമുക്കിപ്പോൾ മോശമായിട്ടുള്ള ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഓൾറെഡി എൻ്റെ ഡെസ്റ്റിനി പ്രീ പ്ലാൻഡ് അല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും.
എനിക്കിപ്പോൾ ശനി ദശയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സമയമാണ്. ഞാൻ എന്തായാലും സ്ട്രഗിൾ ചെയ്തേ പറ്റൂ. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കണം എനിക്ക്. എൻ്റെ ഡെസ്റ്റിനി ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന പ്രായത്തിൽ ഇന്ന അവൻ കഷ്ടപ്പെടണം. പക്ഷേ എനിക്ക് പിന്നെ ഞാൻ ഇനി എന്തൊക്കെ ചെയ്താലും ഞാൻ കഷ്ടപ്പെടൂലേ എന്നുള്ളൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ ഫ്രീ വില്ലിനെ കൂടെ കൂട്ടുപിടിക്കും. എങ്ങനെയാ? കഷ്ടപ്പെടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ കഷ്ടപ്പെടണമെന്നുള്ളത് നിൻ്റെ ചോയ്സാണ്. ഒന്നുകിൽ ജോലിക്കും കൂലിക്കും ഒന്നും പോവാതെ വീട്ടിൽ കിടന്ന് പട്ടിണി എടുത്ത് അനുഭവിച്ച് കഷ്ടപ്പെട്ട് ഒരു നിവൃത്തിയില്ലാതെ കിടന്ന് കഷ്ടപ്പെടാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടില്ല, എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് ജോലിക്കും പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളരെ ബുദ്ധിമുട്ടി, അതും കഷ്ടപ്പാടാണ്. കഷ്ടപ്പെടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ കഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നി കഷ്ടപ്പെട്ട് രക്ഷപ്പെടാം, അല്ലാന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് തീരാം. ചോയ്സ് ഈസ് യുവേഴ്സ് ആണ്. എപ്പോഴും നമുക്കൊരു ചോയ്സ് ഉണ്ട് നമ്മളെ ഫ്രണ്ടിൽ. അനുഭവിക്കേണ്ട അനുഭവിക്കും നമ്മൾ. അതെങ്ങനെ അനുഭവിക്കണം എന്നൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതിനെ ഞാൻ ഈ സയൻസിലെ ഫ്രീ വില്ലുമായിട്ട് കൂട്ടുപിടിക്കും. ഞാൻ ഈ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ ഇറ്റ്, പ്ലീസ് സെർച്ച് ഫോർ ഫ്രീ വിൽ ആൻഡ് ഡെസ്റ്റിനി. വാട്ട് ഈസ് ഇറ്റ് ആൻഡ് പ്ലീസ് സ്റ്റഡി അബൌട്ട് ഇറ്റ്. ദെൻ ഓൺലി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തായി പറയണേ. സോ ഒരാളെ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ഞാൻ ആസ്ട്രോളജിപരമായിട്ട് വിശ്വസിക്കുന്നത്. ഇന്ന് നാളെ മറ്റന്നാൾ മരണം വരെ എന്തൊക്കെ സംഭവിക്കണോ എന്നുള്ളത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്. നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഫ്രീ വില്ലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എങ്ങനെ ആ സമയം ഹാൻഡിൽ ചെയ്യണം. ഇപ്പോൾ ഏറ്റവും നല്ല സമയം ഒരാൾക്ക് തൊടുന്നതെല്ലാം പൊന്നാവുന്ന ഒരു സമയം. വീട്ടിൽ വെറുതെ ഇരുന്നാലും ചിലപ്പം നമുക്ക് ലോട്ടറി എടുക്കുമ്പോൾ ചിലപ്പം 100, 50, 1000 ഒക്കെ ആയിരിക്കും. നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. നമ്മൾ ഹാപ്പി ആയിരിക്കും. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഹാപ്പിയാണ്. കാരണം എന്താ? നമുക്ക് നല്ല സമയമാണ്. പക്ഷെ ആ നല്ല സമയത്ത് നമ്മൾ ഈ പണിക്കും പോകാതെ ചുമ്മാ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കാതെ നമ്മൾ ആ നല്ല സമയത്ത് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച് നമ്മൾ ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങി നമ്മളൊന്ന് ഹൈപ്പിലെത്താൻ ഏറ്റവും ബൂസ്റ്റ് ആക്കുന്ന സമയമാണ്. സോ സമയം, ടൈം ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ലൈഫ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയത്തിൻ്റെ വില. എൻ്റെ ജീവിതത്തിൽ നല്ല സമയവും മോശപ്പെട്ട സമയവും ഒക്കെ ഉണ്ട്. നല്ല സമയത്ത് ഞാൻ കൂടുതൽ അധ്വാനിച്ച് കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്താൽ എനിക്ക് നല്ലൊരു ജീവിത ശൈലി അവിടെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. മോശപ്പെട്ട സമയത്ത് ഞാൻ എൻ്റെ സമയം മോശമാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാതെ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ രാവിലെ എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും, ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാരണം എൻ്റെ സമയം വളരെ മോശമാണ്, ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്, നിൻ്റെ ഈ സമയം മൊത്തം ബുദ്ധിമുട്ടാണ് എന്നുള്ള. പക്ഷെ നീ അവിടെ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നീ അവിടെ നല്ല രീതിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിൻ്റെ 100% കൊടുത്തു കഴിഞ്ഞാൽ നിനക്കൊരു 30-40% തിരിച്ച് നിൻ്റെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ആയിട്ട് കിട്ടുമെന്നുള്ളതിന് 1000-ലധികം തെളിവുകളുണ്ട്. സോ സമയം മോശമായിരുന്നാലും നമുക്ക് സമയം മോശമാകുമ്പോൾ നമ്മളെ ബുദ്ധി നശിക്കില്ല. ബുദ്ധി ഉപയോഗിച്ച് നിനക്ക് പിന്നെയും പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സിനിമയിൽ പോലും ജനാർദ്ദനൻ പറയുന്നുണ്ട്. മറ്റേ ഡെലൂലുവിൻ്റെ ഇറങ്ങിയ സിനിമയിൽ. അത് വലിയൊരു തത്വം കേട്ടോ. മോശപ്പെട്ട സമയത്തും നിൻ്റെ ബുദ്ധി മോശമാവില്ല. നിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് നിനക്ക് മോശപ്പെട്ട സമയത്ത് പണം ഉണ്ടാക്കാൻ പറ്റും. അതിനാരും തടസ്സമായിട്ട് വരില്ല. ബുദ്ധിമുട്ടായിരിക്കുമെന്നേ ഉള്ളൂ, കഷ്ടപ്പാടായിരിക്കുമെന്നേ ഉള്ളൂ. നീ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും കഷ്ടപ്പാടായിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നീ തകർന്നു പോകത്തില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ തകർന്നു പോകും. എങ്ങനെയാണ് ഈ ഉള്ളവർ തകർന്നത്? ശകലം പോലും ബുദ്ധിമുട്ട് സഹിക്കാനും പറ്റാത്തവരൊക്കെ തകർന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. ചില ആൾക്കാരുണ്ട് 1 രൂപ പോലും അധ്വാനിക്കാതെ വീണ് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ പൊക്കി കാണിച്ച് ക്രെഡിറ്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സമൂഹത്തിൽ. എന്നാലും കുഴപ്പമില്ല. അതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്? നല്ല സമയം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ്. അതായത് ഒരു കുപ്പ എടുക്കാതെ അത്യാവശ്യം വിദ്യാഭ്യാസവും ഇല്ലാതെ നമ്മളിരുന്ന് പലപ്പോഴും ചിന്തിക്കും, 8ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ 12ാം ക്ലാസ് വരെയൊക്കെ ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ട് ഒരു പണിയെടുക്കാതെ അവൻ ഇന്ന് കോടികൾ ഉണ്ടാക്കുന്നു. ഇവിടെ കടന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം. നമുക്ക് ഭാഗ്യമില്ല എന്നും പറഞ്ഞ് നമ്മുടെ നല്ല ജീവിതത്തിലെ ഭാഗങ്ങൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്ത് പാഴാക്കി കളയാതെ സ്വന്തം കാലിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആസ്ട്രോളജിപരമായിട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു വയ്ക്കാനുള്ള 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ദ യൂണിവേഴ്സിനെ കുറിച്ചിട്ട്, ഡെസ്റ്റിനിയും ഫ്രീ വില്ലും. അതായത് നമ്മുടെ ഭാവി പ്രവചിക്കപ്പെട്ടതാണ്. പക്ഷെ സയൻസ് അത് വിട്ടുതരണില്ല. അവർ പറയണില്ല ഇത് മനുഷ്യന് ബന്ധമില്ല. പക്ഷെ പ്രപഞ്ചം എങ്ങനെ പോകണം, നാളെ എന്തായിരിക്കണം എന്നുള്ളതെല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആണ്. പക്ഷെ മനുഷ്യരെ ഇതിൻ്റെ ഇടയിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഞാനത് കൂട്ടിക്കുഴയ്ക്കും. കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യനെയും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ ജീവിതവും പ്രീ പ്ലാൻഡ് ആണ്. ഇന്നെന്ത്, നാളെ എന്ത്, മറ്റന്നാൾ എന്ത് എന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിട്ട് സ്ട്രക്ചറായിട്ട് വച്ചിട്ടുണ്ട്. ബിക്കോസ് ഐ ബിലീവ് ഇൻ ആസ്ട്രോളജി. ആസ്ട്രോളജിയിൽ അതിനുള്ള എവിഡൻസ് ഉണ്ട്.
പക്ഷെ അത് കൊളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ല, കുംഭൻ രാശി, മീനൻ രാശി എന്നൊക്കെ പറഞ്ഞിട്ട് വായി തോന്നുന്നതായിട്ടാണ് നിങ്ങൾ വിളിച്ച് പറയുക. വായി തോന്നുന്ന വിളിച്ച് പറയുക. ഒരുത്തൻ്റെ ആസ്ട്രോളജി എടുക്കുമ്പോൾ അത് ഭയങ്കര സെറ്റപ്പായിട്ട് പറയും, മറ്റവൻ എടുക്കുമ്പോൾ വളരെ മോശമായിട്ട് പറയും. ഇതിലങ്ങനെ മോശവും ഗുണമൊന്നും പറയാനില്ല. ഒരാളെ ജാതകം എടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എടുത്ത് കൃത്യമായി അനലൈസ് ചെയ്ത് അവൻ്റെ ഫ്യൂച്ചറും പ്രസൻറ്റും പാസ്റ്റും ഒക്കെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്ത് കയ്യിൽ വെച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ അവിടെയും ചേഞ്ചസ് വരുത്തേണ്ട അവനാണ്. ബുദ്ധിമുട്ടുള്ളത് ബുദ്ധിമുട്ട് അനുഭവിച്ചേ പറ്റും. നിങ്ങളിനി കോടിക്കണക്കിന് രൂപയുടെ പരിഹാരക്രിയകൾ ഏതെങ്കിലും മന്ത്രവാദി ജ്യോത്സ്യനും പറയാനായിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളിൽ അത് പ്രതിഫലിപ്പിക്കാതെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. കാരണം സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ്. അത് ഇനി ആരെ കൊണ്ടും മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു, നിങ്ങളെ ചിലപ്പോൾ എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തി വളരെയധികം വേദനാജനകമായിട്ടുള്ളത് ആരും കാണത്തില്ല. മക്കളും കാണില്ല, ഭാര്യയും കാണില്ല, ആരും കാണില്ല. പൈസ ഉള്ളപ്പോൾ എല്ലാവരും കാണും, ഇല്ലാത്തപ്പോൾ ആരും കാണില്ല എന്ന് പറയുമ്പോൾ സ്ട്രഗിളിൽ പെട്ടുപോയാൽ പിന്നെ ആരും കാണത്തില്ല. ആ സമയത്ത് പോലും നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റണം. അവിടെ നിങ്ങൾ ഗ്രോ ചെയ്ത് വരണം എന്നുള്ളതാണ് ആസ്ട്രോളജിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. സോ തുടർന്നും ആസ്ട്രോളജിപരമായിട്ടും ഇതിപ്പോൾ സയൻസും ആസ്ട്രോളജിയും തമ്മിലൊരു ബന്ധമാണ്. ഈ ബന്ധം വെച്ച് ഞാൻ പറയാണ്, എവറിത്തിങ് ഈസ് പ്രീ പ്ലാൻഡ്. നിങ്ങൾ എന്താവണം, എങ്ങനെയാവണം, ആരാവണം എന്നുള്ളതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. നിങ്ങൾ ആ പോയിന്റിൽ തന്നെ എത്തും. പക്ഷേ നിങ്ങൾ ആ പോയിന്റിൽ സക്സസ്ഫുൾ ആയി മാറോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെ നല്ല സമയത്തും നിങ്ങളെ മോശ സമയത്തും നിങ്ങൾക്ക് എത്ര എക്സ്ട്രീം വരെ പോകാൻ പറ്റുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതായത് നിങ്ങളെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് എത്ര വരെ ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻഡിവിജ്വലായിട്ട് ആസ്ട്രോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പറുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും സമയം അയച്ചു കഴിഞ്ഞാൽ പ്രഡിക്ഷൻസ് അയച്ചു തരുന്നതാണ്. താങ്ക്